ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൈക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് അജ്മാനിലുള്ള അൽ അബിയാദ് എന്ന് പറയുന്ന ഒരു ചെറിയ മലയാണ്. UAE-യിലുള്ള WHS എന്ന ലേഡീസ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ അതിനകത്തൊരു 3 ഹൈക്കിംഗ് എക്സ്പേർട്സ് ഉണ്ട്, പിന്നെ WHSൻ്റെ 2-3 പേരുണ്ട്, പിന്നെ ബാക്കി ഒരു 25ഓളം വരുന്ന ലേഡീസ് ഗ്രൂപ്പായിരുന്നു. ഭയങ്കര രസമുള്ള ഒരു ട്രിപ്പായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ക്വിസൈസിൽ നിന്ന് രാവിലെ 5 മണിക്ക് ബസ്സിൽ പോവുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മളവിടെ ഹൈക്കിങ്ങിൻ്റെ ഏരിയയിൽ ചെല്ലും. അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയ വാമപ്പൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് മല കയറാൻ തുടങ്ങി. 2.5 മണിക്കൂറോളം എടുത്തു ഞങ്ങൾ മുകളിലെത്താനായിട്ട്. അപ്പോൾ ഒരു 10:30 മണിയോടുകൂടി ഞങ്ങൾ മലയുടെ മുകളിലെത്തി. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പതുക്കെ എല്ലാവരും കൂടെ തിരിച്ചിറങ്ങാനായിട്ട് ഏകദേശം 2 മണിക്കൂറോളം എടുത്തു. അങ്ങനെ എല്ലാം കൂടി ഒരു 12:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ താഴെ എത്തി, ബസ്സിൽ കയറി. പിന്നെ തിരിച്ച് ഒരു 2 മണി ആയപ്പോഴത്തേക്ക് ക്വിസൈസിലെത്തി. അപ്പം 5 മുതൽ ഒരു 2 മണി വരെയുള്ള ഒരു ട്രിപ്പായിട്ട് കണക്കാക്കാം ഇതിനെ. 60 വയസ്സുള്ളവർ മുതൽ 11 വയസ്സുള്ള കുട്ടി വരെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഗ്രൂപ്പിൽ. പിന്നെ എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ വൈബിലായിരുന്നു. അതുകൊണ്ട് ബസ്സിലാണെങ്കിലും മല കയറുമ്പോഴാണെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാട്ടൊക്കെ പാടി റീൽസൊക്കെ എടുത്ത് ഭയങ്കര എൻജോയ് ചെയ്താണ് എല്ലാവരും കൂടെ പോയത്. ക്വിസൈസിൽ നിന്ന് ഹൈക്കിംഗ് ഏരിയയിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തായിരുന്നു. ജസ്റ്റ് ഒന്ന് കോഫി കുടിച്ചു, വാഷ്റൂം പോകാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും നല്ല രസമായിട്ട് സൺറൈസ് കാണാൻ പറ്റി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഹൈക്കിംഗ് ഏരിയയിലെത്തും. നമ്മൾ ഈ പോകുന്ന ഹൈക്കിംഗ് ഏരിയയുടെ പേര് ഹത്ത മസ്ഫൂത്ത് ഹൈക്കിംഗ് ട്രെയിൽ എന്നാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അജ്മാനിൽ നിന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ മൗണ്ടൻ്റെ മേളിൽ കയറി കഴിയുമ്പോഴും കാണുന്നത് അജ്മാനാണ്. ഈ ജബൽ അൽ ബയാദ് എന്ന് പറയുന്നിട്ടുള്ള ഈ മലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 595 മീറ്റേഴ്സാണ്. അതായത് ടോട്ടൽ 600ഓളം മീറ്റർ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ മല കയറുന്നത് ഒത്തിരി വളഞ്ഞായിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ വഴി ഏകദേശം 2.25 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഈ ഹൈക്കിംഗ് ട്രെയിലെല്ലാം നമ്മൾ മേളിലോട്ട് പോകുന്ന വഴി തന്നെ ആയിരിക്കില്ല തിരികെ വരുന്നത്. അപ്പോൾ അവരതിനകത്ത് റൂട്ട് മാപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മലയുടെ ഒരു സൈഡിൽ കൂടെ കയറി മേളിലെത്തും, വേറൊരു സൈഡിൽ കൂടെ തിരികെ ഇറങ്ങി വരും. അപ്പം ഞങ്ങൾ മേളിൽ കയറി താഴെ എത്തുമ്പോഴത്തേക്കും ഏകദേശം 6 കിലോമീറ്ററോളം ആയിരുന്നു ഞങ്ങളുടെ മൊത്തം നടപ്പ്. അപ്പോൾ നമ്മുടെ ഹൈക്കിങ്ങിനുള്ള ഏരിയ എത്താറായി. പിന്നെ കൂടുതലും മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം കുറച്ച് റിസ്കി അല്ലെങ്കിൽ സ്ലോപ്പായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ അവർ വാൺ ചെയ്തിരുന്നു, മൊബൈൽ അധികം കയ്യിൽ പിടിക്കരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ വീഡിയോ വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള റെസ്റ്റിംഗ് പോയിന്റിലെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹൈക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി വാമപ്പ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മല കയറി തുടങ്ങാനായിട്ട്. അപ്പോൾ ഗ്രൂപ്പിലെ എല്ലാവരെയും വിളിച്ച് വാമപ്പൊക്കെ തുടങ്ങി. ഇതൊരു ബിഗിനർ ലെവൽ ഹൈക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി പേര് ആദ്യമായിട്ട് മല കയറുന്നവരുണ്ടായിരുന്നു, എന്നെപ്പോലെ തന്നെ. പക്ഷേ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പേർട്സാണ്. ഒത്തിരി മല കയറിയിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മല കയറി ഇറങ്ങി വരുന്ന വീഡിയോ കാണാം.
എയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയത്ത് ഒരുപാട് ഹൈക്കിംഗ് ഗ്രൂപ്പുകൾ ഇങ്ങനെ ഓരോ ട്രിപ്പ് നടത്താറുണ്ട്. അപ്പോൾ പല ലെവലിലുള്ളതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവർക്ക് എന്തായാലും ബിഗിനർ ലെവലിൽ മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാകുമ്പോഴത്തേക്കും നമുക്ക് കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് പോകേണ്ടി വരും. ഇത് ഞങ്ങൾക്ക് ബിഗിനേഴ്സിന് പറ്റുന്ന ടൈപ്പായിരുന്നു. പിന്നെ ക്ലൈമറ്റും നല്ല ക്ലൈമറ്റായിരുന്നു. ഒരുപാട് തണുപ്പോ ചൂടോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കാര്യമായിട്ടൊരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ പോകുന്നത് കൊണ്ട് 2-3 ദിവസത്തേക്ക് നല്ല മേലുവേദന കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാവരും നല്ല എൻജോയ് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഈ ഒരു ഹൈക്കിങ്ങിന് പോകാൻ പറ്റിയത് എൻ്റെ ഫ്രണ്ട് ഷജിന എന്നെ WHSൽ ആഡ് ചെയ്തുകൊണ്ടാണ്. ആദ്യം തന്നെ ഇവർ ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അതിനകത്ത് നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത്, വെള്ളം, സ്നാക്സ്, ഫ്രൂട്ട്സ് എന്തൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് അവരായിട്ട് ഒരു ഫ്രൂട്ട് ബോക്സും പിന്നെ 1.5 ലിറ്റർ വെള്ളവും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ബാക്ക് പാക്ക് എടുത്ത് ഇതെല്ലാം കൊണ്ടാണ് മല കയറുന്നത്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഫ്രൂട്ട്സും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ മേളിൽ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമാവും. ഇതാണ് WHSൻ്റെ സാരഥി മിൻറ്റ് സുലൈമാനി എന്ന ജസീറ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഹൈക്കിംഗ് എക്സ്പീരിയൻസിന് ഷജിനയ്ക്കും ജസീറയ്ക്കും പിന്നെ WHS ഗ്രൂപ്പിനും താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.